ഹായ് ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹോട്ട് വീൽസിൻ്റെ തന്നെ ഏറ്റവും റയറസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇത് നമ്മുടെ കേരളത്തിൽ അപൂർവമാണ്, കേരളത്തിൽ ജസ്റ്റ് വന്നു തുടങ്ങിയിട്ടുള്ളൂ. ആ സാധനം നിങ്ങളെ ഞാൻ ജസ്റ്റ് അൺബോക്സ് ചെയ്ത് തരാം. നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നിങ്ങൾ അവൈലബിൾ ആണെങ്കിൽ കേരളത്തിൽ ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. ഇത് നമുക്ക് ഞാൻ എടുത്ത് കാണിച്ചു തരാം. പറയുന്നതിന് മുമ്പ് ഇവിടെ പുറത്ത് ഹോട്ട് വീൽസ് കാർ എന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷേ ഇത് കാറല്ല, ഇതാണ് ഗൈസ് ബൈക്സ്. നമ്മുടെ കയ്യിൽ നിന്നുള്ളത് ഹോട്ട് വീൽസിൻ്റെ ബൈക്സാണ്, അതും പ്രീമിയം കാറ്റഗറി. അതിനെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ BMW 2 ബൈക്കുകളാണ്. ഈ വണ്ടി അത്യാവശ്യം നല്ല ഫേമസ് ആണ്. ധൂം 3 എന്ന് പറഞ്ഞ മൂവിയിൽ നിങ്ങൾക്ക് കാണാം. നമ്മുടെ BMW K1300R എന്ന് പറഞ്ഞൊരു മോഡലാണിത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 300 റുപ്പീസാണ്. എല്ലാത്തിൻ്റെയും പ്രൈസ് 300 റുപ്പീസാണ്. അതുപോലെ തന്നെ ഇതും BMW R90 റേസർ എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് നമ്മുടെ ഇവിടെ അവൈലബിൾ ആയിരുന്നു. ധൂം വന്നപ്പോൾ മിക്കവരും കണ്ടിട്ടുണ്ടാവും. പിന്നെ ഹോണ്ടയുടെ തന്നെ 250cc മോങ്കി എന്ന് പറഞ്ഞിട്ടൊരു മോഡലുണ്ട്. ഇത് ഒരുപാട് വിൻറ്റേജ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ വണ്ടി ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും പറയുക. പിന്നെ എനിക്ക് തോന്നുന്നു ഒരെണ്ണത്തിൽ 5 ബൈക്സ് വെച്ചാൽ വരാം. അതിൽ ഇപ്പോൾ ഞാൻ നിങ്ങളെ 3 കാണിച്ചത്. 4ാമത്തെ വണ്ടിയാണ് നമ്മുടെ ഡുക്കാട്ടി സ്ക്രാംബ്ലർ ഹോട്ട് വീൽസ് എഡിഷൻ. എനിക്ക് തോന്നുന്നു ഡുക്കാട്ടി സ്ക്രാംബ്ലർ ഹോട്ട് വീൽസ് കസ്റ്റമായിട്ട് ചെയ്ത വണ്ടിയാണ് ഈ കാണുന്നത്. നോക്കി, നൈസല്ലേ? എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റിയാണ്. ബൈക്സ് വളരെ കുറവാണ്, നിങ്ങൾ അധികം കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല. കാരണം മെയിൻ ലൈൻ കാർസാണ് നമ്മുടെ കേരളത്തിൽ ഹോട്ട് വീൽസിൽ മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ബാഡ് ബാഗർ, ഇതൊരു കിഡ്ലൻ മസ്കുലർ V12 എഞ്ചിനുള്ള മോട്ടോർ സൈക്കിളാണ്. നിങ്ങൾക്ക് അതിൻ്റെ ബാക്കിൽ ഡ്യുവൽ എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബാക്കിൽ ഹോട്ട് വീൽസിൻ്റെ ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ക്രൂസർ മോഡൽ ബൈക്കാണ്. ഇതിനെല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് 299 റുപ്പീസാണ്. പിന്നെ ഇതിൻ്റെ നിങ്ങൾക്കിവിടെ നോക്കാം 5 മോഡൽസാണുള്ളത്. അതിൽ ഞാനിപ്പോൾ ഇവിടെ അറേഞ്ച് ചെയ്ത് തരാം. 1, 2, അതുപോലെ 3, 4, 5 അങ്ങനെ 5 വേരിയൻസ് ഉണ്ടാവും. 5 ബൈക്സ്, 5 മോഡൽ ബൈക്സാണ്. അപ്പോൾ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബോക്സിൽ മൊത്തം 10 പീസ് ഉണ്ടാവും. ഇതെല്ലാത്തിൻ്റെയും ഒരെണ്ണം കൂടെ എക്സ്ട്രാ ഉണ്ടാവും. മൊത്തം ഇത് രണ്ടെണ്ണം. ഇതാണ് നമ്മുടെ സംഭവങ്ങൾ. നല്ല end-to-end ഡീറ്റെയിലിംഗ് ഉള്ള സാധനം ഉണ്ടാകും. ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഹോട്ട് വീൽസിനെ പറ്റി. ഈ ഒരു പ്രൈസിങ്ങിൽ പ്രീമിയമാണ്. അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോ. വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രം നമ്മുടെ ഫ്രിസ്ബീസിൻ്റെ സ്റ്റോഴ്സിലുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇറങ്ങിയതിന് ശേഷം കാണുകയാണെങ്കിൽ അഥവാ സ്റ്റോക്ക് ഔട്ടായി പോയിട്ടുണ്ടെങ്കിൽ ആരും വിഷമിക്കേണ്ട. വൈകാണ്ട് തന്നെ നമ്മൾ ഒരുപാട് കളക്ഷൻസൊക്കെ കൊണ്ടുവരുന്നതാണ്. പിന്നെ വേറൊരു സാധനം കൂടി നിങ്ങൾ ഞാൻ പരിചയപ്പെടുത്താം. ഹോട്ട് വീൽസിൻ്റെ തന്നെ അൾട്രാ ഹോട്ട്സ്. അപ്പോൾ നമ്മുടെ അൾട്രാ ഹോട്ട്സിൻ്റെ ആദ്യത്തെ വണ്ടി നിങ്ങൾ നോക്കി, നിസാൻ സ്കൈലൈൻ. ഇതിൻ്റെ അകത്ത് എല്ലാ അതുപോലത്തെ വണ്ടികളുണ്ടാവും. പിന്നെ ഡാറ്റ്സൻ്റെ പഴയൊരു വിൻറ്റേജ് കാർ, മൊത്തം വിൻറ്റേജിൻ്റെ കളിയാണ് ഇതിനകത്ത്. പിന്നെ ഡോഡ്ജിൻ്റെ 64 മോഡൽ 330. പിന്നെ പോർഷയുടെ 935, അതും ഓൾഡാണ്, 78 മോഡൽ. ഇതെല്ലാം മൊത്തം ഈ വന്നേക്കണ ഈ അൾട്രാ ഹോട്ട്സ് എന്ന് പറഞ്ഞാൽ എല്ലാ മോഡൽസും ഇല്ലേ വിൻറ്റേജ് കാർസാണ് കേട്ടോ. ഇത് നോക്കിയാൽ ഫോർഡിൻ്റെ തണ്ടർബേർഡ് പ്രോ സ്റ്റോക്ക് എഡിഷൻ. പിന്നെ ഹോണ്ട സിറ്റി ടർബോ 2 നോക്കിയാൽ നിങ്ങൾ ഇതെല്ലാം പ്രീമിയം പാക്കാണ്. അതിൻ്റെ പ്രൈസിങ്ങും വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ 179 ആണെന്ന് വിചാരിക്കരുത്. ഇത് കസ്റ്റം വോൾസ്വാഗൻ ബീറ്റിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ലാസ്റ്റത്തെ നമ്മളുടെ പാക്കിൽ കേസിലൊക്കെ യെല്ലോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഉള്ള മോഡലാണിത്. ഇതെല്ലാം പ്രീമിയം പാക്കാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഈ കാർഡ് ശ്രദ്ധിച്ചാൽ, ഈ ലോങ് കാർഡ്, ഇത് ഇൻ്റർനാഷണൽ ലോങ് കാർഡാണെന്നാണ് എൻ്റെ വിശ്വാസം. അഥവാ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ ഇതിൻ്റെ അകത്തുള്ള വണ്ടികൾ നിങ്ങൾക്ക് ബാക്കിൽ നോക്കിയാൽ മനസ്സിലാവും. ഏകദേശം ഇതിൻ്റെ അകത്ത് 2, 4, 6, 7, 8 വണ്ടികളോളം ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടല്ല, ബൈക്സും അതുപോലെ വിൻറ്റേജ് കളക്ഷൻസ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നല്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടിപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൊണ്ട് എനേബിൾ ചെയ്താൽ നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ അതിന് പുതിയൊരു വീഡിയോ ഇട്ടിരുന്നവരേക്കും ബൈ.